ബ്രേക്കിംഗ് ഹവേഴ്സ്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ കീഴടങ്ങി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കീഴടങ്ങൽ. വിചാരണ കോടതിയിൽ ഹാജരായി ബോണ്ട് കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ബോണ്ട് കെട്ടിവെച്ച ശേഷം ജാമ്യത്തിൽ വിട്ടു. സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സന്ദീപ് രാജാക്കാട്, അർജുനോട് കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ അവിടെ നിന്ന് കടന്നു കളഞ്ഞതായുള്ള വിവരങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ. ജയപാർവതി, തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അർജുൻ ഇപ്പോൾ കോടതിയിൽ ഹാജരായി, വിചാരണ കോടതിയിൽ ഹാജരായി ജാമ്യത്തിൽ പോയിരിക്കുന്നത്. 50,000 രൂപയും ഒപ്പം തന്നെ 2 ആൾജാമ്യവും വേണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത്. അർജുൻ ഇവിടെ നിന്നും വിദേശത്തേക്ക് കടക്കുവാനുള്ള നീക്കം നടത്തുന്നതായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് കുടുംബമടക്കം രംഗത്ത് വരികയും പിന്നീട് സർക്കാർ അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും 10 ദിവസത്തിനുള്ളിൽ വിചാരണ കോടതിയിൽ ഹാജരായി 50,000 രൂപ കെട്ടിവെച്ച് അതിനുശേഷം 2 ആൾജാമ്യത്തിൽ പോകണമെന്ന നിർദ്ദേശം നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അർജുൻ കീഴടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിലെത്തി ഹാജരായിരുന്നു, കീഴടങ്ങിയിരുന്നു. അതിനുശേഷം 11:50 ജാമ്യമെടുത്ത് മടങ്ങുന്നത്. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകാതെ വളരെ വേഗത്തിൽ തന്നെ ബന്ധുക്കൾക്കൊപ്പം മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്ന ഒരു കേസാണിത്. കാരണം കട്ടപ്പന പോക്സോ കോടതി വെറുതെ വിട്ടതിന് ശേഷം 1 വർഷം പിന്നിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ അർജുനെ വെറുതെ വിട്ടതിന് ശേഷം 7-ാം ദിവസം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കുടുംബമടക്കം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി അർജുൻ വിദേശത്തേക്ക് കടക്കാനുള്ള നീക്കം നടത്തുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കേസ് എങ്ങും എത്താതെ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്ക കുടുംബം അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് കോടതിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. പിന്നീടാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായിരുന്നാലും സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ അർജുൻ കീഴടങ്ങിയിരിക്കുന്നു.